ഒരുപാട് മദ്രസകൾ വർദ്ധിക്കുന്നുണ്ട്. അറബി കോളേജുകൾ, ദർസുകൾ, മതപ്രഭാഷണങ്ങൾ, മത ക്ലാസുകൾ, QHLSന്റെ ക്ലാസുകൾ, ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ, പിന്നെ വീടുകൾ കേന്ദ്രീകരിച്ച് ഒരുപാട് ഹൽക്ക ക്ലാസുകൾ. ഇങ്ങനെ മറ്റേതു മതത്തേക്കാൾ ഇസ്ലാം മതത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അങ്ങനെ മതം എമ്പാടും പഠിപ്പിക്കപ്പെടുന്നുണ്ട് പല രൂപത്തിലും. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് പല കുറ്റകൃത്യങ്ങളിലും പിടിക്കപ്പെടുന്ന ആളുകളിൽ അധികവും മുസ്ലിം നാമധാരികളായി മാറുന്നത്? ഇതിന്ന് മുസ്ലിം പൗരോഹിത്യം പോലും അംഗീകരിച്ചു കഴിഞ്ഞു. അംഗീകരിച്ചേ മതിയാകൂ. ആദ്യം നവീകരണം വേണ്ടത്, നവോത്ഥാനം വേണ്ടത് സ്വന്തം സമുദായത്തിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ കണ്ണിൽ കിടക്കുന്ന കോലെടുത്തിട്ടാണ് അപരന്റെ കണ്ണിലെ കരടിന്റെ പിന്നാലെ നമ്മൾ പോകേണ്ടത്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുടെ നിർദ്ദേശപ്രകാരം ഇന്നലെ മാത്രം ഉദ്ധം സിംഗ് നഗർ ജില്ലയിൽ 10ഓളം അനധികൃത മദ്രസകൾ പൂട്ടി സീൽ വെച്ചിരിക്കുന്നു. കാരണം സർക്കാർ ഭൂമിയിൽ അതല്ലെങ്കിൽ സ്വകാര്യ സ്വത്തുക്കളിൽ ഇവര് കയറി പള്ളി നിർമ്മാണം തുടങ്ങുവാണ്. നമ്മുടെ നാട്ടിൽ പറയില്ലേ, കൈമൂച്ചുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ഇവരുടെ അതിസാമർഥ്യമാണ്. വാക് സാമർഥ്യമുണ്ടെങ്കിൽ ആരെക്കുറിച്ചും എന്തും പറയാം. മൂച്ച് സാമർഥ്യമുണ്ടെങ്കിൽ ആരുടെയും എന്തും പിടിച്ചടക്കാം എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ. നമ്മുടെ തലകൾ ഒരുപാടുണ്ടെങ്കിൽ, നമ്മൾ ഭൂരിപക്ഷമാണെങ്കിൽ നമുക്ക് നമ്മുടേത് മാത്രമായിട്ട് ഒരു രാജ്യം തന്നെ പടുത്തുയർത്താം എന്നൊക്കെയുള്ള ചില ചിന്താഗതികൾ ഉണ്ടല്ലോ. അത് ഇവർ ലോകത്തിന്റെ ഏതു കോണിൽ ചെന്നാലും ഇവരവിടെ സ്പ്രെഡ് ചെയ്യുന്നത് ഇത്തരം ആശയങ്ങളാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോലീസ് ഭരണകൂടം നടത്തിയ ഒരു പരിശോധനയിലാണ് ഈ അനധികൃത മദ്രസകൾ തിരിച്ചറിഞ്ഞത്. ജാസ്പൂർ മേഖലയിലെ 5ഓളം അനധികൃത മദ്രസകളും ഗദർപൂർ മേഖലയിലെ 3 മദ്രസകളും UP അതിർത്തിയോട് ചേർന്നിട്ടുള്ള രുദ്രപൂർ മേഖലയിലെ 2 മദ്രസകളും പ്രത്യേകം രൂപീകരിച്ച ഭരണസംഘം പൂട്ടി സീല് ചെയ്തതായി ഉദ്ധം സിംഗ് നഗർ ജില്ലയിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പങ്കജ് ഉപാധ്യായ പറഞ്ഞു. സർക്കാരിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് ഉത്തരാഖണ്ഡിൽ ഇതുവരെ ആകെ 92ഓളം അനധികൃത മദ്രസകൾ സീല് ചെയ്തു കഴിഞ്ഞു. അതേസമയം ദേവഭൂമി ഉത്തരാഖണ്ഡിൽ 500-ലധികം അനധികൃത മദ്രസകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ 416 മദ്രസകൾ ഉത്തരാഖണ്ഡ് മദ്രസ ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ എണ്ണം ഈ അനധികൃത മദ്രസകളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നാണ് ഭരണകൂടം പറയുന്നത്. 416ഓളം മദ്രസകൾ എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ഇവര് സർക്കാരിൽ നിന്നും ഫണ്ട് വാങ്ങി പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങളാണ്. നമ്മുടെ നാട്ടിലെ പോലെ സ്കൂള് പ്രത്യേകിച്ച്, മദ്രസകൾ പ്രത്യേകിച്ച് എന്നല്ല. ഗ്രാന്റ് വാങ്ങി സർക്കാർ ശമ്പളത്തിലാണ് ഈ മദ്രസ അധ്യാപകരൊക്കെ അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് പോലെയുള്ള വിഷയങ്ങൾ കൂടി പഠിപ്പിക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ തന്നെ ഉത്തരവിറക്കാൻ കാരണം അതാണ്. കാരണം ഇവരവിടെ മതപരമായ വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുമ്പോൾ ഇത് പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരു കുട്ടിയിലെ പൊതുബോധം മാറി നിൽക്കുന്നു. മറ്റ് കുട്ടികളുമായി ഇടപഴകുമ്പോൾ ഈ മുസ്ലിം കുട്ടികൾക്ക് തീരെയും വിദ്യാഭ്യാസം ഇല്ലാതായി മാറുന്നു, പൊതുബോധമില്ലാതായി മാറുന്നു. ഈ ദർസുകളിൽ തന്നെയാണ് അമുസ്ലിം കുട്ടികളും പഠിക്കുന്നത്. അതോടുകൂടി അവർക്കും പൊതു ചിന്താധാരയിൽ, പൊതു സമൂഹത്തിൽ, ഒരു മിക്സ്ഡ് കൾച്ചറിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് കൊണ്ടാണ് ഭരണഘടന പറഞ്ഞുകൊണ്ട്, ഭരണഘടനയുടെ പ്രിയാമ്പിൾ വായിച്ചുകൊണ്ടായിരിക്കണം ഏതൊരു മദ്രസയും ആരംഭിക്കേണ്ടത് എന്ന ചില തീരുമാനങ്ങൾ ഉത്തരാഖണ്ഡും UPയും പോലെയുള്ള സംസ്ഥാനങ്ങൾ പാസാക്കിയത് പോലും. സർക്കാർ വക ഭൂമി എവിടെ കിടന്നാലും ശരി, അവിടെ ആദ്യം ഇവർ 4 കമ്പ് നാട്ടും, എന്നിട്ടൊരു ഷീറ്റിടും, ഓലക്കീറ് വലിച്ചു കെട്ടി ഒരു മദ്രസ. പിന്നീട് പുറത്തുനിന്ന്, വിദേശത്ത് നിന്ന് ഫണ്ടുകൾ വരുന്നു, പൊങ്ങുന്നു കെട്ടിടം, വലിയ രൂപത്തിൽ ശീതീകരിച്ച കെട്ടിടങ്ങൾ. പിന്നീട് അതിന്റെ മുകളിൽ നിലകളായി മാറുന്നു. മതവികാരം വ്രണപ്പെട്ടു പോകത്തില്ലേ? ആർക്കും അതിനെതിരെ സംസാരിക്കാൻ ധൈര്യമില്ലാതായി മാറുന്നു. ഭയമാണ്. പെട്ടെന്ന് മതവികാരം വ്രണപ്പെട്ടു എന്ന് പറഞ്ഞത് തെരുവോരങ്ങളിൽ ഇറങ്ങി കത്തിക്കും, നാഗ്പൂരിൽ കത്തിച്ചതുപോലെ.
അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത് കൊണ്ട് ആർക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ പുഷ്കർ സിംഗ് ധാമിയെ പോലെയുള്ള ഊർജസ്വലരായ രാജ്യസ്നേഹികളായ മുഖ്യമന്ത്രിമാർ വന്നപ്പോൾ ആ നാട്ടിലെ നിയമം വെറുതെ പുസ്തകത്തിൽ എഴുതി വെച്ച് വായിക്കാനുള്ളതല്ല. ആ നിയമം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി ജനങ്ങളോട് പ്രതിബദ്ധത അറിയിച്ചുകൊണ്ട് അവര് ചെയ്ത വോട്ട് വാങ്ങി വിജയിച്ചിട്ടാണ് ഞങ്ങൾ ഈ കസേരയിൽ ഇരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആ മുഖ്യമന്ത്രിമാര് അതുപോലെ അവരുടെ വകുപ്പ് തല മന്ത്രിമാരൊക്കെ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് ഇവർക്ക് പണി വീണത്. ഇവർക്ക് എല്ലായിടത്തും മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്നല്ലേ ഇവര് പറയാറ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹോളി ആഘോഷിച്ച നമ്മുടെ മുഹമ്മദ് ഷമിയുടെ മകളുടെ ഒരു വിഷയം നമ്മൾ കണ്ടില്ലേ. ഷമിയെ ഇവർ ലക്ഷ്യം വെച്ച് പോയി. കാരണം നോമ്പിന് അദ്ദേഹം വെള്ളം കുടിച്ചു കളിച്ചുകൊണ്ടിരുന്നപ്പോ അദ്ദേഹം നോമ്പ് പിടിച്ചില്ല. ഇനി അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് കുടുംബത്തെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്ന് വിവാദങ്ങൾ സൃഷ്ടിക്കുക, അദ്ദേഹത്തെ ആ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക എന്നതാണ് അടുത്ത ലക്ഷ്യം. ഇവരങ്ങനെയാണ് വെട്ടക്കാക്കി തനിക്കാക്കുക എന്ന ലക്ഷ്യം. ഈ മതത്തെ ആരെങ്കിലും നിരാകരിക്കുകയോ ഫോളോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ നിർബന്ധിപ്പിച്ച് ഈ മതത്തിലേക്ക് ഫോളോ ചെയ്യിപ്പിക്കാൻ ഇവരൊക്കെ ആരാ? പടച്ചോൻ നിയോഗിച്ച ആളുകളോ? ഇപ്പൊ ഹോളി ആഘോഷിച്ച തന്റെ മകൾക്കെതിരെ ഇസ്ലാം പണ്ഡിതർ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിൽ തക്ക മറുപടിയുമായി ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമിയുടെ ഭാര്യ ഹസിൻ ജഹാൻ രംഗത്ത് വന്നു. ഇവരീ പറയുന്നത് പോലെ അപ്പിക്കുപ്പായത്തിനകത്ത് കയറി നിന്നിട്ടായിരുന്നില്ല വിമർശനം. അവരൊക്കെ കുറച്ച് പൊതുബോധമുള്ളവരായതുകൊണ്ട് മതം എന്ന് പറഞ്ഞാൽ സ്വകാര്യതകളാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാ. കണ്ടോ, എവിടെയാണ് അപ്പിക്കുപ്പായം? ഇവിടെയുള്ള കുറച്ച് മടലുകൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നും അവര് വലിച്ചെറിയുന്ന ഇത്തരം വേഷങ്ങളൊക്കെ എടുത്ത് അണിയുന്നു എന്നതിൽ കവിഞ്ഞ് എന്ത് മതത്തെ കുറിച്ചിട്ടാണ് ഇവർക്കറിയുന്നത്? ഇനിയും വരുന്ന ജനറേഷനെയും ഇതുപോലെയുള്ള മദ്രസ പ്രോഡക്റ്റുകളാക്കി മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയാണ് പ്രതിബദ്ധതയുള്ള സർക്കാരുകൾ ആ രാജ്യത്തെ കുട്ടികൾക്ക് പൊതുബോധം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ എന്റെ മകൾ ഹോളി കളിച്ചതിൽ എന്താണ് തെറ്റ്? ഒരു പെൺകുട്ടി ബലാത്കാരം ചെയ്തു വലിച്ചെറിയുമ്പോൾ ഈ മൗലാനമാർ എവിടെയാണ് എന്നാണ് ഹസിൻ ജഹാൻ ചോദിച്ചത്. എത്രയോ കുട്ടികൾ മദ്രസകളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. എവിടെ പോകുന്നു? മതത്തെ വിമർശിക്കുമ്പോൾ നമ്മൾക്കെതിരെ മെക്കിട്ട് കയറുന്നുണ്ടല്ലോ. എത്രയോ പിഞ്ചു ബാല്യങ്ങൾ ഉസ്താദുമാരുടെ കരങ്ങളിൽ കിടന്ന് ഞെരിഞ്ഞമർന്നു പോകുന്നുണ്ട്. എന്തേ അവർക്കെതിരെ ഒന്നും മൗലാനമാർ, സമൂഹത്തിൽ പ്രതിബദ്ധതയുള്ള മുസ്ലിം സംരക്ഷകർ സംസാരിക്കാതെ പോകുന്നത്? എന്റെ മകളോ ഞാനോ ഹോളി ആഘോഷിക്കുന്നതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഞാൻ മതത്തെക്കുറിച്ച് ഒട്ടും അജ്ഞതയുള്ള ആളല്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഹമ്മദ് ഷമിയുടെ ഭാര്യ രംഗത്ത് വരുന്നത്. എന്റെ മാതാപിതാക്കൾ ഞങ്ങളെ മിനിമം മതം പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ മകൾ ഹോളി കളിച്ചതല്ലാതെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, അവരുടെ സ്വഭാവം, ബുർക്ക ധരിക്കൽ, ക്ഷേത്രങ്ങളിൽ പോകൽ, ദുർഗാ പൂജ ആഘോഷിക്കൽ എന്നിവയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്ന അതേ മുല്ലമാരോ മുസ്ലിങ്ങളോ ആണ് ഇവർ. എന്നാൽ ഇവർ ഒരു പുരുഷൻ ഒരു സ്ത്രീയോടോ പെൺകുട്ടിയോടോ തെറ്റ് ചെയ്യുമ്പോൾ, ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുമ്പോൾ, നിക്കാഹ് ഹലാല ചെയ്യുമ്പോൾ, ഒരു പെൺകുട്ടിയെ ബലാത്കാരം ചെയ്തു വലിച്ചെറിയുമ്പോൾ ഈ മൗലാനമാർ എവിടെ പോകും എന്നാണ് ഹസിൻ ജഹാൻ ചോദിച്ചത്. ഇതുപോലെ ആർജവമുള്ള, വിദ്യാസമ്പന്നരായ, പൊതുബോധമുള്ള, ചിന്താധാരയുള്ള, ശക്തിയുക്തം ചിന്തിക്കാനും സധൈര്യം ചിന്തിച്ചു കിട്ടിയ അവശേഷിപ്പുകൾ വിളിച്ചു പറയാനും ധൈര്യമുള്ള ആളുകൾ പുറത്തു വരും. അവർ സമൂഹത്തെ പിടിച്ചവിടെ നിർത്തും. പറഞ്ഞിട്ട് പോയാ മതി എന്ന് പറയും. നന്ദി.